എറണാകുളം കോലഞ്ചേരി പഴന്തോട്ടം പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം. മൃതദേഹം പള്ളിക്കുള്ളിൽ ആരാധനയ്ക്കായി പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടിലാണ് ഓർത്തഡോക്സ് വിഭാഗം. എറണാകുളം കോലഞ്ചേരി പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിൽ തർക്കം. മൃതദേഹം പള്ളിക്കുള്ളിൽ ആരാധനയ്ക്കായി പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടിൽ ഓർത്തഡോക്സ് വിഭാഗം. വിവരങ്ങളുമായി എൻ ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, വീണ്ടും മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗങ്ങൾക്കുമിടയിൽ തർക്കങ്ങൾ, എന്താണ് വിശദാംശങ്ങൾ? ഓർത്തഡോക്സ് വിഭാഗത്തിന്റെയും യാക്കോബായ വിഭാഗത്തിന്റെയും തർക്കം തന്നെയാണ് ഈ പള്ളിയിലും ഇപ്പോൾ നടക്കുന്നത്. വർഷങ്ങളായി യാക്കോബായ വിഭാഗത്തിന്റെ അധീനതയിലുള്ള പള്ളിയാണ് പഴന്തോട്ടം പള്ളി. ഇവിടെ ഇന്ന് കോടതി വിധിക്ക് ശേഷം ഓർത്തഡോക്സ് വിഭാഗം അവകാശവാദം ഉന്നയിച്ചു. ഇന്ന് രാവിലെ ഓർത്തഡോക്സ് വിഭാഗത്തിലെ ഫാദർ മത്തായി ഇടയനാലും 20 വിശ്വാസികളും ഇന്ന് രാവിലെ ഈ പള്ളിയുടെ പൂട്ട് പൊളിച്ച് അകത്ത് പ്രവേശിച്ചു. അതിനുശേഷം അതേസമയത്ത് തന്നെ ഇവിടെ യാക്കോബായ വിഭാഗത്തിലെ ഒരു റാഫേൽ പൗലോസ് എന്ന സ്ത്രീ മരണമടയുകയും ചെയ്തു. ഇവരുടെ മൃതശരീരം പള്ളിക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കണം എന്നാണ് വിശ്വാസികളുടെ ആവശ്യം. എന്നാൽ പള്ളിക്കുള്ളിൽ പ്രവേശിപ്പിച്ച് ശുശ്രൂഷ നടത്താൻ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ ഓർത്തഡോക്സ് വിഭാഗം നിലപാടെടുത്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കളക്ടറുമായും എസ് പിയുമായി ചർച്ച നടത്തി. ഈ കളക്ടറും എസ് പിയും പറഞ്ഞതനുസരിച്ച് ഇത് ഇപ്പോൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് അവകാശപ്പെട്ട പള്ളിയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ സഹകരിക്കണം, പള്ളിക്കുള്ളിലേക്ക് മൃതദേഹം കയറ്റി പ്രാർത്ഥന നടത്തുന്നത് ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് അത് സമ്മതിച്ച ശേഷമാണ് ഇപ്പോൾ മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ പള്ളിക്കുള്ളിലേക്ക് കയറ്റുന്ന സമയത്ത് ഇരുവിഭാഗങ്ങളും ഇപ്പോൾ തർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മൃതദേഹം സംസ്കരിക്കുന്നതിന് തടസ്സമില്ല എന്ന് ഓർത്തഡോക്സ് വിഭാഗം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പള്ളിക്കുള്ളിൽ പ്രവേശിപ്പിച്ച് ശുശ്രൂഷകൾ നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഓർത്തഡോക്സ് വിഭാഗം ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഈ തർക്കം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇരുവിഭാഗവും ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. രണ്ടു കൂട്ടരും ഇവിടെ കൂടി നിൽക്കുന്നു. മൃതദേഹം ഇപ്പോഴും പള്ളിക്കുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. പള്ളി കോമ്പൗണ്ടിലേക്ക് എത്തിക്കുന്ന ആംബുലൻസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആംബുലൻസ് പള്ളി കോമ്പൗണ്ടിലേക്ക് കടത്തേണ്ട എന്നൊരു നിലപാടിലായിരുന്നു ഓർത്തഡോക്സ് വിഭാഗം. ഏതായാലും പള്ളി കോമ്പൗണ്ടിന് പുറത്ത് ആംബുലൻസ് ഇട്ട് മൃതദേഹം ഇപ്പോൾ അകത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ പള്ളിക്കുള്ളിൽ ശുശ്രൂഷ നടത്താൻ അനുവദിക്കില്ല എന്ന് ഓർത്തഡോക്സ് വിഭാഗം തറപ്പിച്ചു പറയുന്നുണ്ട്. ഏതായാലും പോലീസ് അടക്കം വലിയ സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. വലിയൊരു സംഘർഷാവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഏതാനും നാളുകളായി ഈ സംഘർഷം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇരുപക്ഷവും തമ്മിൽ വളരെ സൗഹാർദ്ദത്തിൽ 2 പ്രാർത്ഥനാക്രമങ്ങളിലായി പ്രാർത്ഥന നടത്തി മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇരുവിഭാഗം തമ്മിൽ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കളക്ടറുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ മൃതദേഹം പള്ളി കോമ്പൗണ്ടിൽ സംസ്കരിക്കാം, പക്ഷേ പള്ളിക്കുള്ളിൽ ശുശ്രൂഷ അനുവദിക്കില്ല എന്നൊരു നിലപാടിലാണ്. ഏതായാലും ഇപ്പോൾ മൃതദേഹം പള്ളി കോമ്പൗണ്ടിലേക്ക് കയറ്റാനുള്ള തീരുമാനത്തിലാണ്. അത് കയറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഈ പള്ളിയുടെ നിയന്ത്രണം ഇപ്പോൾ പൂർണ്ണമായും ഓർത്തഡോക്സ് സഭയ്ക്ക് തന്നെയാണോ? എന്താണ് സാഹചര്യം? യാക്കോബായ വിഭാഗം യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലേ? പള്ളിയുടെ നിയന്ത്രണം നേരത്തെ തന്നെ യാക്കോബായ വിഭാഗത്തിനായിരുന്നു. പക്ഷേ സുപ്രീം കോടതി വിധിക്ക് ശേഷം ആ നിയന്ത്രണം ഇപ്പോൾ ഓർത്തഡോക്സ് വിഭാഗത്തിനാണ്. പക്ഷേ അത് പൂർണ്ണമായും വിട്ടുകൊടുത്തിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് രാവിലെ പൂട്ട് പൊളിച്ച് ഫാദർ മത്തായി ഇടയനാലും 20 വിശ്വാസികളും അകത്ത് കയറിയിരിക്കുന്നത്. ഇപ്പോഴും അവർ പള്ളിക്കുള്ളിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഈ പള്ളിയിൽ ഈ മൃതദേഹം എത്തിച്ചാൽ അവരും പ്രശ്നം
പ്രശ്നമുണ്ടാക്കുന്ന അവസ്ഥയുണ്ട്. പുറത്ത് ഓർത്തഡോക്സ് ഭാഗവും യാക്കോബായ പക്ഷവും തമ്പടിച്ചിട്ടുണ്ട്. മൃതദേഹം ഇപ്പോൾ പള്ളി കോമ്പൗണ്ടിലേക്ക് കയറ്റി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ വിശ്വാസികൾക്ക് അകത്ത് കയറുന്നതിനും പുരോഹിതരെ അകത്ത് കയറ്റുന്നതിനും പോലീസ് തടസ്സം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത് സംബന്ധിച്ച് തർക്കം ഇപ്പോൾ പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മൃതദേഹം ഇപ്പോൾ അകത്തേക്ക് പള്ളി കോമ്പൗണ്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ പുരോഹിതരെ പള്ളിക്കുള്ളിലേക്ക് കയറ്റില്ല എന്നൊരു നിലപാടിലാണ് ഇരുവിഭാഗവും. ഏതായാലും ആ തർക്കം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആർത്തവത്തിന്റെ പേരിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്നതിനെതിരെ തൊട്ടുകൂടാം എന്ന മുദ്രാവാക്യമുയർത്തി ആർപ്പോ ആർത്തവ റാലി. ആർപ്പോ ആർത്തവം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മറൈൻ ഡ്രൈവിൽ നിന്ന് തുടങ്ങുന്ന റാലി രാജേന്ദ്ര മൈതാനിയിൽ അവസാനിക്കും. വിനീത വിജി വിവരങ്ങളുമായി ചേരുന്നു. വിനീത, എന്തൊക്കെയാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? ഒരുപാട് പേർ ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ? തീർച്ചയായും രേണുക, വിവിധ സംഘടനകളിൽ നിന്ന് ഉൾപ്പെടെ വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം തന്നെയാണ്, സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു പങ്കാളിത്തം തന്നെയാണ് നമുക്ക് റാലിയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. 4:30 തന്നെ റാലി തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും അതിലൊരു അല്പം വൈകുകയുണ്ടായി. എങ്കിലും റാലിയിൽ ഒരു വലിയൊരു രീതിയിലുള്ള സ്ത്രീകളുടെ ഉൾപ്പെടെ ഒരു വലിയൊരു പങ്കാളിത്തം തന്നെയാണ് കാണാൻ കഴിയുന്നത്. തൊട്ടുകൂടാമെന്ന ആ ഒരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് തൊട്ടുകൂടായ്മയ്ക്കെതിരെയും അതോടൊപ്പം തന്നെ ആർത്തവത്തിന്റെ പേരിൽ സ്ത്രീകളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് റാലി നടത്തുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി വിധി വന്നിരിക്കുന്നു ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന്. എങ്കിൽ പോലും ആർത്തവത്തിന്റെ പേരിൽ അവരുടെ ആ ഒരു സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കാണ് മുന്നോട്ട് പോകുന്നതെന്ന് അവർ പറയുന്നു. ഇതിനൊക്കെ തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ റാലി സംഘടിപ്പിക്കുന്നത്. വിവിധ സംഘടനകളിൽ നിന്നുള്ള സ്ത്രീകൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു കൂട്ടായ്മയായി ആർത്തവ കൂട്ടായ്മ എന്ന് പേരിട്ടുകൊണ്ടാണ് ഈ റാലി നടത്തുന്നത്. 2 ദിവസമായി നീണ്ടു നിൽക്കുന്ന പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതലേ തന്നെ ഇത്തരത്തിലുള്ള വിവിധ കലാപരിപാടികൾ ഉൾപ്പെടെ അവിടെ നടത്തിയിരുന്നു, മറൈൻ ഡ്രൈവിൽ നടത്തിയിരുന്നു. ഇന്ന് മറൈൻ ഡ്രൈവിൽ നിന്ന് വൈകുന്നേരത്തോടു കൂടി തുടങ്ങിയിരിക്കുന്ന റാലി രാജേന്ദ്ര മൈതാനിയിലാണ് അവസാനിക്കുക. നാളെയും ഇതിനെ തുടർന്ന് വിവിധ കലാപരിപാടികളും മറ്റ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിലുള്ള മറ്റ് പരിപാടികളും ഒക്കെ തന്നെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. അയോധ്യ ശബരിമല വിഷയങ്ങളെപ്പറ്റി ഒരക്ഷരം മിണ്ടാതെ ബിജെപി ദേശീയ കൌൺസിലിൽ രാഷ്ട്രീയ പ്രമേയം. മോദി സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് പ്രമേയം. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തെപ്പറ്റിയും പ്രമേയത്തിൽ ഒന്നും പറയുന്നില്ല. കേരളത്തിൽ ബിജെപി സജീവമായി ഉന്നയിച്ച ശബരിമല വിഷയം പ്രമേയത്തിൽ ഒഴിവാക്കപ്പെട്ടു. കോൺഗ്രസിനെയും മഹാസഖ്യത്തെയും കടന്നാക്രമിച്ചായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. കോൺഗ്രസിന്റെ നുണകൾ കൊണ്ടൊന്നും രാജ്യത്തിന്റെ കാവൽക്കാരനെ തടയാനാകില്ലെന്ന് മോദി പറഞ്ഞു. भारतीय राजनीतिक इतिहास के एक असफल प्रयोग को महागठबंधन के नाम से प्रचारित करने का अभियान चल रहा है. जिन दलों का जन्म कांग्रेस और कांग्रेस की कार्य संस्कृति के विरोध में हुआ था, जो उस जमाने में कांग्रेस के तौर तरीकों को बर्दाश्त नहीं कर पाए, वही विरोधी दल आज एकजुट हो रहे हैं. कांग्रेस विरोध में जन्मे हुए दल कांग्रेस के सामने जाकर सरेंडर कर रहे हैं. कर्नाटक के मुख्यमंत्री जो गठबंधन की सरकार के मुख्यमंत्री हैं, अभी तो कुछ ही महीने हुए हैं और ऐसे परेशान है वो कह रहे हैं कि उन्हें मुख्यमंत्री के बजाय एक क्लर्क मात्र बना करके रख दिया गया है. इनके पास जनता के पैसे की रक्षा करने की जिम्मेदारी थी, वही जनता के पैसे को लुटाने में लगा. ഉണ്ണികൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഉണ്ണി, ഇന്നലെ ദേശീയ കൌൺസിൽ തുടങ്ങിയപ്പോൾ അമിത്ഷാ സംസാരിച്ചത് രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചാണ്. അപ്പോൾ അതുതന്നെയായിരിക്കും പ്രധാന അജണ്ട എന്ന നിലയിലായിരുന്നു കാര്യങ്ങളെങ്കിൽ ഇന്ന് പ്രമേയത്തിൽ അക്കാര്യം പരാമർശിക്കുന്നു പോലുമില്ല. എങ്ങനെ വേണം ഇതിനെ കാണാൻ? തീർച്ചയായും ബിജെപിയുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ ദേശീയ കൌൺസിൽ പാസാക്കിയിരിക്കുന്ന രാഷ്ട്രീയ പ്രമേയത്തിൽ
അയോധ്യ വിഷയത്തെപ്പറ്റിയും ശബരിമല വിഷയത്തെപ്പറ്റിയും ഒന്നും പറയുന്നില്ല. അയോധ്യ വിഷയം ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കൃത്യമായ അക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകാൻ BJP എന്തുകൊണ്ട് ആ വിഷയം ഉന്നയിക്കുന്നില്ല എന്നത് തന്നെയാണ് ചർച്ചയാകുന്നത്. സംഘപരിവാർ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് സർക്കാരിൽ ഓർഡിനൻസ് കൊണ്ടുവരുന്നതിനടക്കം. ആ ഒരു ഘട്ടത്തിലും കഴിഞ്ഞ 5 വർഷത്തിനിടെ മോഡി സർക്കാർ ഇതൊന്നും ചെയ്തില്ല എന്നൊരു വിമർശനമാണ് സംഘപരിവാറിൽ ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അയോധ്യ വിഷയം ഈ പരാമർശിക്കപ്പെടാതെ പോകുന്നത് പോലും ചർച്ചയാകുന്ന ഒരു സാഹചര്യവുമുള്ളത്. അതേസമയം പ്രധാനമന്ത്രിയാകട്ടെ ഇനിയിപ്പോൾ അയോധ്യ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാക്കാതിരിക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നൊരു ആരോപണമാണ് ഉന്നയിച്ചത്. ഇന്നലെ അമിത്ഷാ പറഞ്ഞത് അയോധ്യയിൽ നിലവിലുള്ള സ്ഥലത്ത് തന്നെ രാമക്ഷേത്രം നിർമ്മിക്കും എന്നാണ്. അതേസമയം ശബരിമല വിഷയത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ദേശീയ കൗൺസിൽ യോഗത്തിൽ അതൊരു ദേശീയ വിഷയമായി പരാമർശിക്കപ്പെട്ടിട്ടേ ഇല്ല. കേരള ഘടകം വലിയൊരു വിഷയമായി അത് ഉയർത്തിക്കൊണ്ടുവരുമ്പോഴും ഈ പ്രമേയത്തിൽ ഇടം നേടിയിട്ടില്ലെന്ന് മാത്രമല്ല പ്രസംഗങ്ങളിലും അത് പരാമർശിക്കപ്പെടാതെ പോയി എന്നതാണ് ശ്രദ്ധേയം. എം ഉണ്ണികൃഷ്ണൻ വിവരങ്ങൾ നൽകിയത്. എറണാകുളം കോലഞ്ചേരി പഴന്തോട്ടം പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം. മൃതദേഹം പള്ളിക്കുള്ളിൽ ആരാധനയ്ക്കായി പ്രവേശിപ്പിക്കില്ല എന്ന നിലപാടിലാണ് ഓർത്തഡോക്സ് വിഭാഗം. എൻ ശ്രീനാഥ് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, മൃതദേഹം പള്ളി അങ്കണത്തിൽ പ്രവേശിപ്പിച്ചിരുന്നു, ശുശ്രൂഷകൾ അനുവദിക്കില്ല എന്ന നിലപാടിലായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? പള്ളിക്കുള്ളിലെ ശുശ്രൂഷകൾ ഒഴിവാക്കി പള്ളി സെമിത്തേരിയിൽ ഇപ്പോൾ മൃതദേഹം സംസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും കളക്ടറുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ എന്ന പോലെ തന്നെ വലിയ സംഘർഷങ്ങളില്ലാതെ കാര്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ പള്ളിക്ക് ഉള്ളിലെ സെമിത്തേരി, പള്ളി കോമ്പൗണ്ടിലെ സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുപക്ഷത്തെയും ആളുകൾ ഇപ്പോൾ പള്ളിക്ക് പുറത്ത് ഇപ്പോഴുമുണ്ട്. പക്ഷേ ഏതാനും വിശ്വാസികളെ മാത്രം ഉള്ളിലേക്ക് കടത്തിവിട്ട് പുരോഹിതരെ ഒന്നും തന്നെ കടത്തിവിടാതെ ഇപ്പോൾ പള്ളിയുടെ സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ സംഘർഷമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ യാക്കോബായ പക്ഷം അവസാനം വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു. അവരുടെ വിശ്വാസിയുടെ മൃതദേഹം പള്ളി കോമ്പൗണ്ടിൽ സംസ്കരിക്കാം എന്നുള്ള ധാരണയിൽ അവർ എത്തിയിരിക്കുന്നു. പക്ഷേ പള്ളിക്കുള്ളിൽ അവർക്ക് ശുശ്രൂഷ നടത്താനുള്ള അവസരം ഓർത്തഡോക്സ് വിഭാഗം നിഷേധിച്ചു. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തോതിൽ പോലീസിന്റെ സന്നാഹം ഇവിടെയുണ്ട്. വിശ്വാസികളും പുറത്ത് തമ്പടിച്ചിരിക്കുന്നുണ്ട്. അവർ തമ്മിൽ ചെറിയ ചെറിയ ആശയപ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അകത്ത് വലിയ സംഘർഷമൊന്നുമില്ലാതെ മൃതദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രേണുക, സംഘർഷ സാധ്യത പൂർണ്ണമായും ഒഴിഞ്ഞു എന്ന് നമുക്ക് പറയാനാകുമോ ഇപ്പോൾ? മൃതദേഹം സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്മേൽ ഉള്ള തർക്കങ്ങളും അവസാനിച്ചിരിക്കുന്നു. പള്ളിക്കുള്ളിൽ കയറ്റണമെന്ന പിടിവാശി യാക്കോബായ പക്ഷം ഉപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. കളക്ടറുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ മൃതദേഹം പള്ളിക്കുള്ളിൽ കയറ്റേണ്ട എന്ന് തീരുമാനിച്ചതും പള്ളി കോമ്പൗണ്ടിൽ തന്നെ സംസ്കരിക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തത്. ഏതായാലും ആ തരത്തിലുള്ള സംഘർഷം അവസാനിച്ചിരിക്കുന്നു. ഇനി അതിനുശേഷം മടങ്ങിപ്പോകുന്ന വിശ്വാസികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല. ഏതായാലും ഇരുപക്ഷവും പള്ളിക്ക് പുറത്ത് തമ്പടിച്ചിട്ടുണ്ട്. വലിയ തോതിലുള്ള പോലീസിന്റെ സാന്നിധ്യവും ഇവിടെയുണ്ട്. എൻ ശ്രീനാഥാണ് വിവരങ്ങൾ നൽകിയത്. യുപിയിൽ രാഷ്ട്രീയ വിപ്ലവം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബിജെപിയെ വെല്ലുവിളിച്ച് എസ്പി-ബിഎസ്പി മഹാസഖ്യം. സംസ്ഥാനത്തെ 80 ലോക്സഭാ സീറ്റുകളിൽ 38 വീതം ഇരു പാർട്ടികളും മത്സരിക്കും. സഖ്യത്തിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും രാഹുലിന്റെയും സോണിയാഗാന്ധിയുടെയും മണ്ഡലങ്ങളായ അമേഠിയിലും റായ്ബറേലിയിലും സ്ഥാനാർത്ഥികളെ നിർത്തില്ല. ശത്രുക്കളുടെ സഖ്യമാണ് ഉത്തർപ്രദേശിലുണ്ടായിരിക്കുന്നതെന്ന് ബിജെപി പരിഹസിച്ചു. ബിജെപിയുടെ ഉറക്കം കെടുത്തുന്ന രാത്രികളാണ് ഇനിയെന്ന വാക്കുകളോടെ മായാവതിയാണ് സഖ്യപ്രഖ്യാപനം നടത്തിയത്. ലോക്സഭാ चुनाव में एक साथ मिलकर चुनाव लड़ने का हमारा ये गठबंधन फाइनल हो चुका है. സംസ്ഥാനത്തെ 80 ലോക്സഭാ സീറ്റുകളിൽ 38 സീറ്റുകളിൽ വീതമാണ് ഇരു പാർട്ടികളും മത്സരിക്കുക. बीएसपी 38 लोकसभा की सीटों पर और एसपी 38 लोकसभा की सीटों पर मिलकर ये चुनाव लड़ेगी. സഖ്യത്തിന്റെ ഭാഗമായ അജിത് സിംഗിന്റെ ആർഎൽഡിക്ക് 2 സീറ്റുകൾ നൽകി. കോൺഗ്രസിനെ മാറ്റി നിർത്തിയെങ്കിലും രാഹുൽ ഗാന്ധിയുടെ അമേഠിയിലും സോണിയാഗാന്ധിയുടെ റായ്ബറേലിയിലും മഹാസഖ്യം മത്സരിക്കില്ല. अमेठी व रायबरेली ये दोनों लोकसभा की सीटें हमने कांग्रेस पार्टी के साथ बिना कोई गठबंधन किए हुए ही इस पार्टी के लिए छोड़ दिए हैं. പ്രധാനമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കം വന്നാൽ മായാവതിയെ പിന്തുണയ്ക്കുമെന്ന് മായാവതിക്കൊപ്പം വാർത്താ സമ്മേളനം നടത്തിയ അഖിലേഷ് യാദവ് വ്യക്തമാക്കി. कि उत्तर प्रदेश ने हमेशा प्रधानमंत्री दिया है
और हमें खुशी होगी कि उत्तर प्रदेश से फिर एक प्रधानमंत्री बने। മത്സരിക്കുമോ എന്ന് വ്യക്തമാക്കാൻ പക്ഷേ ഇരു നേതാക്കളും തയ്യാറായില്ല. സഖ്യപ്രഖ്യാപനത്തിന് പിന്നാലെ പരസ്യ വിയോജിപ്പുമായി അജിത് സിംഗ് രംഗത്തെത്തി. 4 സീറ്റുകൾ വേണം എന്നതാണ് അജിത് സിംഗിന്റെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ബാബറി മസ്ജിദ് തകർത്ത് ഉത്തർപ്രദേശിൽ ജൈത്രയാത്ര നടത്താനിറങ്ങിയ ബിജെപിയെ ചെറുത്ത അതേ തന്ത്രമാണ് സമാജ്വാദി പാർട്ടിയും ബിഎസ്പിയും ഇത്തവണയും പയറ്റുന്നത്. അന്ന് മുലായം സിംഗും കാൻഷിറാമുമായിരുന്നു ബിജെപിയെ ചെറുക്കാൻ കൈകോർത്തതെങ്കിൽ ഇത്തവണ അത് ചെയ്യുന്നത് അഖിലേഷ് യാദവും മായാവതിയുമാണ്. യാദവ് ഒബിസി പട്ടിക വിഭാഗങ്ങൾ കൈകോർക്കുമ്പോൾ ബ്രാഹ്മണ ഭൂരിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാനാണ് കോൺഗ്രസിനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. ബാബറി മസ്ജിദ് തകർത്ത് ഹൈന്ദവ വികാരം ആളിക്കത്തിച്ച് രാമരഥത്തിലേറി വന്ന ബിജെപിയെ തളയ്ക്കാൻ 93-ൽ മുലായം സിംഗ് കണ്ട ഏക മാർഗമായിരുന്നു പിന്നാക്ക വിഭാഗങ്ങളുടെ കൂട്ടായ്മ. മുലായം സിംഗിന്റെ ആ രാഷ്ട്രീയ ബുദ്ധി അന്ന് വിജയിച്ചു. അസാധ്യമാണെന്ന് കരുതിയിരുന്ന യാദവ ഒബിസി എസ് സി കൂട്ടുകെട്ട് ബിജെപിയെ തളച്ചു. പരസ്പരം പോരടിച്ചാൽ സർവനാശമാകും ഫലമെന്ന തിരിച്ചറിവ് അഖിലേഷിനും മായാവതിക്കുമുണ്ടായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ്. പിന്നാലെ നടന്ന ഫൂൽപൂർ ഗോരഖ്പൂർ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നിച്ചു നിന്ന് വിജയിച്ചതോടെയാണ് പൊതുതെരഞ്ഞെടുപ്പിലും ഈ സഖ്യം യാഥാർത്ഥ്യമായത്. तो फिर इस बार केंद्र में बीजेपी को सत्ता में आने से जरूर रोका जा सकता है. 2014-ൽ പരസ്പരം പോരടിച്ചപ്പോൾ 43% വോട്ടുകളോടെ ബിജെപി 71 സീറ്റുകളാണ് പിടിച്ചെടുത്തത്. 22% വോട്ട് നേടിയ സമാജ്വാദി പാർട്ടിക്ക് ലഭിച്ചത് 5 സീറ്റുകൾ മാത്രം. 20% വോട്ട് ലഭിച്ചുവെങ്കിലും ബിഎസ്പിക്ക് ഒരു സീറ്റ് പോലും നേടാനുമായില്ല. മായാവതിയും അഖിലേഷും അജിത് സിംഗിന്റെ ആർഎൽഡിയും കൈകോർക്കുന്നതോടെ 2019-ൽ സഖ്യത്തിന് 37 സീറ്റുകൾ നേടാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് 36 സീറ്റുകളിൽ മാത്രം ബിജെപി ഒതുക്കപ്പെടും. കോൺഗ്രസിന് 7.6% വോട്ടുണ്ട് ഉത്തർപ്രദേശിൽ. സ്വാധീനം ബ്രാഹ്മണർക്കിടയിൽ. ബിജെപിയുടെയും സ്വാധീന മേഖലയായ ബ്രാഹ്മണ വോട്ടുകളിൽ ഭിന്നതയുണ്ടാക്കാൻ കോൺഗ്രസ് മഹാസഖ്യത്തിന് പുറത്തു നിൽക്കുന്നത് സഹായിക്കും. TJ ശ്രീലാൽ, പൊളിറ്റിക്കൽ ഡെസ്ക്. വാർത്തകൾ തുടരുന്നു. കൊല്ലം ആയൂരിൽ വാഹനാപകടത്തിൽ 4 സ്ത്രീകൾ ഉൾപ്പെടെ 5 പേർ മരിച്ചു. MC റോഡിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റ ആൺകുട്ടിയുടെ നില ഗുരുതരമാണ്. ചെങ്ങന്നൂർ വടശ്ശേരിക്കര സ്വദേശികളായ ബന്ധുക്കളാണ് അപകടത്തിൽപ്പെട്ടത്. MC റോഡിൽ ആയൂർ അഗമണിന് സമീപം ഉച്ചയ്ക്ക് 1:45 അപകടം. തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസും കൊട്ടാരക്കരയിലേക്ക് പോയ കാറും കൂട്ടിയിടിക്കുകയായിരുന്നു. 2 കുട്ടികളും മുതിർന്ന സ്ത്രീകളും ഉൾപ്പെടെ 6 പേരാണ് കാറിലുണ്ടായിരുന്നത്. സ്മിത, ഹർഷ, അഞ്ജന, മിനി, അരുൺ എന്നിവരാണ് മരിച്ചത്. ഇവരിൽ ഒരാൾ ബാലികയാണ്. 4 പേരുടെ മൃതദേഹം കടക്കൽ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അപകടത്തിൽപ്പെട്ട ആൺകുട്ടിയുടെ നില ഗുരുതരമാണ്. ചെങ്ങന്നൂർ, ആല, വടശ്ശേരിക്കര, തലച്ചിറ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിലേക്ക് പോയതാവാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഫാസ്റ്റ് വന്ന് ഇടിച്ചിട്ട് ആ വണ്ടി ഏകദേശം ഒരു 50 മീറ്ററോളം ഇടിച്ച് നിരക്കിയിട്ടുണ്ട്. ഇതിപ്പം ഇവർ ഉറങ്ങിപ്പോകാനേ വഴിയുള്ളൂ. കാര്യം റോങ് സൈഡിലുള്ള ഈ ഓൾട്ടോ കാർ വന്നുകൊണ്ട് ഇടിച്ചത്. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. ന്യൂസ് 18 കൊല്ലം. ആളുന്ന പ്രതിഷേധം. ആലപ്പാട് ഖനന വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. വ്യവസായ മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ സമരക്കാരുമായുള്ള ചർച്ചയടക്കമുള്ള വിഷയങ്ങളിൽ തീരുമാനമുണ്ടാകും. ഖനന വിരുദ്ധ സമരത്തോട് ആദ്യം കടുത്ത നിലപാടെടുത്ത സർക്കാർ നിലപാട് മയപ്പെടുത്തുന്നുവെന്ന സൂചനയാണ് മന്ത്രിമാരുടെ പ്രതികരണങ്ങൾ. കരിമണൽ വിരുദ്ധ സമരത്തോട് ഇതുവരെ മുഖം തിരിഞ്ഞു നിന്ന സർക്കാർ നിലപാട് മയപ്പെടുത്തുകയാണ്. ബുധനാഴ്ച മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ചേരും. വ്യവസായ മന്ത്രി EP ജയരാജനും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിക്കും. കരിമണൽ സമരം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ സർക്കാർ സ്വീകരിക്കേണ്ട തുടർ നിലപാടുകളും യോഗത്തിൽ ചർച്ചയാവും. വ്യവസായ വകുപ്പ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ സ്റ്റഡീഡാണ്. അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞങ്ങൾക്ക് നേരത്തെ ഒരു നിശ്ചയമുണ്ട്. ഇപ്പോഴെന്താണ് ഈ പ്രശ്നം ഉണ്ടായത് എന്നുള്ള കാര്യം പ്രത്യേകമായി പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഖനന വിരുദ്ധ സമരക്കാർക്ക് നിക്ഷിപ്ത താൽപര്യമുണ്ടെന്ന മുൻ നിലപാടിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോയി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വൻ പ്രചരണം നേടുന്ന സമരം സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതം കൂടി തിരിച്ചറിഞ്ഞാണ് പുതിയ നീക്കം. സമരക്കാരുമായി ചർച്ച നടത്താനുള്ള സന്നദ്ധത സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. ജനങ്ങളോട് ആശങ്ക ഉന്നയിച്ചാൽ ചർച്ച വേണ്ടിവരും. അത് വ്യവസായ വകുപ്പ് അതിനാവശ്യമായി മുൻകൈയെടുക്കും. ഖനന മേഖലകൾ സന്ദർശിച്ച നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ ശുപാർശകൾ നടപ്പിലാക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. ഖനനം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന് വഴങ്ങില്ല. എന്നാൽ പ്രാദേശികമായ ആശങ്കകൾക്ക് പരിഹാരം കാണും. ഇതായിരിക്കും സർക്കാരിന്റെ നയം. ആലപ്പാട്ടെ സമരം ചർച്ചയിലൂടെ പരിഹരിക്കുമെന്ന ആത്മവിശ്വാസം കാനം രാജേന്ദ്രനും പങ്കുവച്ചു. CPI എല്ലാ സമരത്തിനും ജനങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ട് ആ സമരം ന്യായമായി ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യും ഗവൺമെന്റ്. ന്യൂസ് 18 തിരുവനന്തപുരം.
ഖനനം നിർത്തിവെച്ച ശേഷം മാത്രം ചർച്ചയ്ക്ക് തയ്യാറെന്ന് ആലപ്പാട് ഖനന വിരുദ്ധ സമരസമിതി. സേവ് ആലപ്പാട് പ്രശ്നത്തിൽ ചർച്ചയ്ക്ക് ക്ഷണിച്ച സംസ്ഥാന സർക്കാരിന്റെ നിലപാട് സ്വാഗതം ചെയ്യുന്നുവെന്നും സമരസമിതി വ്യക്തമാക്കി. പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് താൽപര്യമെങ്കിൽ നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കരുതെന്ന് കരുനാഗപ്പള്ളി MLA R. രാമചന്ദ്രൻ പറഞ്ഞു. ചർച്ചയാകാമെന്ന സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ ഖനനവിരുദ്ധ സമരസമിതി സ്വാഗതം ചെയ്യുന്നു. എന്നാൽ IREL നടത്തുന്ന ഖനനം താൽക്കാലികമായെങ്കിലും നിർത്തിവയ്ക്കണം. ആലപ്പാട് തുറന്ന വേദിയിൽ ചർച്ചയാകാമെന്നുമാണ് സമരസമിതി നേതാക്കൾ പറയുന്നത്. സമ്പൂർണ്ണ ഖനനം അത് നിർത്തണം. ഖനന നിരോധനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. മറ്റൊന്നും ഞങ്ങൾക്കില്ല. അല്ലാതെ ചർച്ചയുമില്ല. അത് സർക്കാർ നിർത്തിവെക്കുക. ചർച്ചയ്ക്ക് മുൻപ് കരിമണൽ ഖനനം നിർത്തിവെക്കുക. ചർച്ചയ്ക്ക് വിളിക്കുക. ചർച്ചയ്ക്ക് തയ്യാർ. അതിന് ഓപ്പൺ ചർച്ചയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിബന്ധനകളോടെ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത് ശരിയല്ലെന്ന് കരുനാഗപ്പള്ളി MLA R. രാമചന്ദ്രൻ പറഞ്ഞു. പ്രശ്നപരിഹാരമാണ് ലക്ഷ്യമെങ്കിൽ ഉപാധികളില്ലാതെ ചർച്ചയ്ക്ക് തയ്യാറാകണം. ഉപാധിരഹിതമായ ചർച്ചയ്ക്ക് ഗവൺമെന്റും സമരസമിതിയും തയ്യാറാകണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത്. അവിടെ നിർബന്ധ ബുദ്ധിക്കോ വാശിക്കോ സ്ഥാനം കൊടുക്കരുത്. അങ്ങനെ സ്ഥാനം കൊടുക്കുന്നത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കാൻ മാത്രമേ ഇടയാക്കുകയുള്ളൂ. ക്യാമറമാൻ ഷിജു ചവറിക്കൊപ്പം ശ്യാം ദേവരാജ്, ന്യൂസ് 18, കൊല്ലം. മകരസംക്രമ നാളിൽ അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണവുമായുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്ന് തുടങ്ങി. വിവിധ ക്ഷേത്രങ്ങളിൽ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ലഭിച്ച സ്വീകരണം ഭക്തിനിർഭരമായിരുന്നു. പതിവിലും കനത്ത സുരക്ഷയിലാണ് ഇത്തവണ യാത്ര. രാജപ്രതിനിധി രാഘവ വർമ്മയുടെ നേതൃത്വത്തിൽ 22 പേരടങ്ങുന്ന സംഘമാണ് തിരുവാഭരണങ്ങളടങ്ങിയ പേടകങ്ങളുമായി പന്തളത്തു നിന്നും യാത്ര തിരിച്ചത്. പുലർച്ചെ 4-ന് സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്നും തിരുവാഭരണങ്ങൾ പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചു. തിരുവാഭരണം ദർശിക്കാൻ 100 കണക്കിന് ആളുകളാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. വിശേഷാൽ പൂജകൾക്ക് ശേഷം മേൽശാന്തി രാജപ്രതിനിധിക്ക് ഉടവാൾ കൈമാറി. തുടർന്നാണ് ഘോഷയാത്ര പ്രയാണം തുടങ്ങിയത്. പരമ്പരാഗത പാതയിലൂടെ നീങ്ങുന്ന ഘോഷയാത്രയ്ക്ക് വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണം നൽകും. 14-ന് അട്ടത്തോട് വഴി കരിമല കയറിയെത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ തിരുവിതാംകൂർ ദേവസ്വം പ്രതിനിധികളും ഭക്തരും ചേർന്ന് ശരംകുത്തിയിൽ സ്വീകരിച്ച സന്നിധാനത്തേക്ക് ആനയിക്കും. മകരസംക്രമ സന്ധിയിൽ ഈ തിരുവാഭരണങ്ങൾ വിഗ്രഹത്തിൽ ചാർത്തും. യുവതീ പ്രവേശ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കർശന സുരക്ഷയിലാണ് തിരുവാഭരണ ഘോഷയാത്ര. ഭീഷണിയുണ്ടെന്ന പന്തളം കൊട്ടാരത്തിന്റെ പരാതിയും പോലീസ് ഗൗരവമായി കാണുന്നുണ്ട്. പന്തളത്തു നിന്നും ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം സുർജിത്ത് അയ്യപ്പത്ത്, ന്യൂസ് 18.